ഹലോ എവരിവൺ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LBSൻ്റെ ടെനേറ്റീവ് ഷെഡ്യൂളിനെ കുറിച്ചാണ്. ഈ ടെനേറ്റീവ് ഷെഡ്യൂൾ വന്നിട്ട് കുറച്ച് കാലമായി. നിങ്ങൾക്ക് LBSൻ്റെ സൈറ്റിൽ പോലും ടെനേറ്റീവ് ഷെഡ്യൂൾ കാണാനൊക്കെ പറ്റും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടെനേറ്റീവ് ഷെഡ്യൂൾ പോലെയെല്ലാം നടക്കണം എന്നില്ല. ലാസ്റ്റ് ഇയർ ആയാലും ഇതുപോലെ ടെനേറ്റീവ് ഷെഡ്യൂളൊക്കെ വന്നിരുന്നു, പക്ഷേ അതുപോലെ നടക്കണമെന്നില്ല. കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരും. എന്തായാലും ഈ ടെനേറ്റീവ് ഷെഡ്യൂൾ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഡേറ്റ്സുകളാണ്. നിങ്ങൾക്ക് ആദ്യം കാണാം, രജിസ്ട്രേഷൻ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ആൻഡ് ഫ്രീ റെമിറ്റൻസ് ഓൺലൈൻ ത്രൂ ചലാൻ ഇൻ ബാങ്ക്. നിങ്ങൾ ഓൾറെഡി ചെയ്യും. നമ്മൾ കുറേ ഷോർട്സുകളിലൂടെയും വീഡിയോസിലൂടെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് ഏപ്രിൽ 14 മുതൽ മെയ് 14 മുതൽ ജൂൺ 13 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നു. സോ ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാവരും കൊടുത്തു. അത് കഴിഞ്ഞ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ രജിസ്ട്രേഷൻ അതെന്തായിരുന്നു 17 വരെ ആയിരുന്നു, അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈനൽ കൺഫർമേഷൻ 17. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷൻ വെരിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് 28-ാം തീയതി പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ അക്കാഡമിക് ആഫ്റ്റർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങൾ കൊടുത്ത +2ൻ്റെ മാർക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവർ പബ്ലിഷ് ചെയ്യും. LBS പബ്ലിഷ് ചെയ്യും. ഓക്കെ, എന്നാൽ പബ്ലിഷ് ചെയ്യുന്നത് 28/6/2025 ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ അറിയിക്കേണ്ടത് എന്നാണ്? എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ അവർ വെരിഫൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പബ്ലിഷ് ചെയ്യും. ഇതാണ് നിങ്ങളുടെ അക്കാഡമിക് മാർക്സ്, ഇതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇൻഡെക്സ് ഒക്കെ അപ്പം വരുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പം അവർ പബ്ലിഷ് ചെയ്യുമല്ലോ അവർ പേഴ്സണൽ അക്കാഡമിക് ഡാറ്റ. സോ അത് നിങ്ങൾ അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാർക്ക് അടിച്ച തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ അടിച്ച തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? LBSനെ കോൺടാക്ട് ചെയ്യുക. വേഗം തന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറയാം. അതാണ് റെക്ടിഫിക്കേഷൻ ഓഫ് കംപ്ലയിൻറ്റ്സ് 4-ാം തീയതി വരെ, അതായത് അടുത്ത മാസം ജൂലൈ 4 വരെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് റെക്ടിഫൈ ചെയ്യാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. കുറേ പേര് ചോദിച്ചു എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ചേട്ടാ, എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴായിരിക്കും? ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 2 റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഒന്ന് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഒന്ന് ഫൈനൽ റാങ്ക് ലിസ്റ്റും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ടെമ്പററി റാങ്ക് ലിസ്റ്റാണ്, താൽക്കാലികമായ ഒരു റാങ്ക് ലിസ്റ്റാണ്. ഓക്കെ, അത് നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇപ്പം സ്റ്റേറ്റ് മെറിറ്റ് ഒരു 250 വന്നെങ്കിൽ ഫൈനലി ചിലപ്പോൾ 250 ഉണ്ട്, ചിലപ്പോൾ 255 ആവും, ചിലപ്പോൾ 245 ആവും, അങ്ങനെ മാറാം. ദെൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്നത് ഫൈനലാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ 245 എന്ന് വന്നെങ്കിൽ അത് 245 തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വരാം. അപ്പം റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ട് യു ഹാവ് ആൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം നഴ്സിംഗ് ആണോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളാണോ, നഴ്സിംഗിൽ തന്നെ ഏതൊക്കെ കോളേജസ് നിങ്ങൾക്ക് വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സ് വെക്കണം എന്നുള്ളത് ഡേറ്റ് വൈസ് ആയിട്ട് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞ് വരുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരുന്നത്? ടെനേറ്റീവ് ഷെഡ്യൂൾ അനുസരിച്ച് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 19 ജൂലൈയിലാണ്. ഓക്കെ, അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടും. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്ത് ഞാൻ ഫസ്റ്റ് കൊടുത്ത കാലിക്കറ്റാണ്, ട്രയലിലും എനിക്ക് കിട്ടിയത് കാലിക്കറ്റാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി കഴിയുമ്പം ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കോളേജ് വേണ്ടായിരുന്നൊക്കെ തോന്നി ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോളേജ് എടുത്ത് 3rd വെക്കാം, 3rd കൊടുത്തത് 4th വെക്കാം. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ, കാര്യം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ കോളേജാണ് പെർമനൻറ്റ്, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴായിരിക്കും പെർമനൻ്റ് ആവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുമ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ടൈമുണ്ട്. എനിക്ക് കോളേജ് വേണ്ടാന്ന് പിന്നെയാണ് തോന്നുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്ഷൻ മാറ്റി വയ്ക്കുക. അപ്പം ഈ കോളേജ് കിട്ടാനുള്ള പ്രയോറിറ്റി കൂടും. അത് നിങ്ങൾ യുക്തി വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ടൈം. ഓക്കെ, ഫീസ് അടയ്ക്കേണ്ടത് ലാസ്റ്റ് ഇയർ ജനറൽ OBCക്ക് 23,170 ഒക്കെ ആയിരുന്നു ബാക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓരോ വർഷം LBS അപ്ഡേറ്റ് ചെയ്യും എത്രയാണ് ഫീസ് എന്നുള്ളത്. LBSൻ്റെ സൈറ്റിൽ തന്നെ ഉണ്ട്. പബ്ലിക് ഫീ റെമിറ്റൻസ് ആൻഡ് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ്. അത് കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടും. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോവാം. അപ്പോൾ വേറെ കോളേജൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ വെച്ച കോളേജ് തന്നെ കിട്ടും, അൺലെസ് നിങ്ങൾ റീഅറേഞ്ച് ചെയ്തില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ റീഅറേഞ്ച് ആദ്യമേ മാത്രമേ ചെയ്യാൻ പറ്റൂ. പബ്ലിക്കേഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും ഫീസ് അടയ്ക്കാനുള്ള ടൈം കാണും. അപ്പോഴും നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു മെയിൻ അലോട്ട്മെൻറ്റ് 3 അപ്പം 3rd അലോട്ട്മെൻറ്റും കൂടെ കാണും. 3rd അലോട്ട്മെൻറ്റ് August 2 പറയുന്നത്. പക്ഷേ ഇത്ര നേരത്തെ ഒന്നും വരില്ല. കഴിഞ്ഞ തവണ ഇങ്ങനെ പറഞ്ഞെങ്കിലും നല്ല ലേറ്റായി. August 29 ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞാലും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ ആവും ക്ലാസ് തുടങ്ങുമ്പോൾ.
കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ആയിരുന്നു. ഈ വർഷം ഇനി എന്തായിരിക്കും എന്ന് അറിയത്തില്ല. ആൻഡ് ഈ തേർഡ് അലോട്ട്മെൻറ്റ് കൊണ്ട് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീരില്ല. 4th 5th 6th 7th 8th 9th അങ്ങനെ പോകും. LBSലുള്ള അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകൾ തീരുന്നത് വരെ അലോട്ട്മെൻറ്റ് 10 12 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കഴിഞ്ഞ തവണ 10 ഉണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ദെൻ ജോയിനിങ് കോളേജസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ജോയിനിങ്, അതായത് ഫീസ് അടയ്ക്കേണ്ട, തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5th August 5/8/2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞ് കോളേജ് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ആണ് August 9th. അപ്പം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഈ ഡേറ്റ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു ഐ മീൻ എന്ത് പ്രോസസ്സ് വന്നാലും ലേറ്റ് ആകാൻ പാടില്ല. ഇപ്പം 13-ാം തീയതി വരെ ആയിരുന്നല്ലോ രജിസ്ട്രേഷൻ. 13 കഴിഞ്ഞിട്ട് 14 വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊന്നും പറ്റത്തില്ല. ഡേറ്റിന് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓൺലൈൻ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ടു ഫിൽ അപ്പ് ദി ലാബ്സിൻ്റെ സീറ്റ് ഫൈൻ. എന്തെങ്കിലും ബാക്കി സീറ്റ് ഉണ്ടെങ്കിൽ അവരെന്തെയും സ്പോട്ട് അലോട്ട്മെൻറ്റും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. LBSൻ്റെ ടെനേറ്റീവ് ഷെഡ്യൂളാണ്. LBSൻ്റെ ടെനേറ്റീവ് ഷെഡ്യൂൾ നിങ്ങളുടെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പിന്നിലെ റിയാലിറ്റി ഇതാണ്. ഇതേപോലെ ടെനേറ്റീവ് ഷെഡ്യൂൾ അനുസരിച്ചേ എല്ലാം നടക്കത്തോളൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും.